വിഭവങ്ങളുടെ അമിതമായ വ്യയം ചെയ്യൽ. നമ്മൾ ഈയിടെയൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒതൻറ്റിസിറ്റി ഞാൻ പരിശോധിച്ചിട്ടില്ല. എത്രയോ ലക്ഷം ക്വിൻ്റൽ അരി എത്തനോൾ ഉണ്ടാക്കുന്ന കമ്പനിക്ക് കുറഞ്ഞ വിലക്ക് വിറ്റു എന്നാണ്. എത്രയോ ലക്ഷം ക്വിൻ്റൽ അരി അത് സംഭരിച്ച വിലയേക്കാളും 2000-ഓളം കോടി രൂപ കുറച്ചിട്ട് അവർക്ക് വിറ്റു. നല്ലൊരു വിഭാഗം ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിൽ, അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്കി എത്ര മനുഷ്യന്മാരെ പട്ടിണി കിടക്കുന്നത്. പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടി അമേരിക്ക അവരുടെ ഗോതമ്പിന്റെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നു എന്നാണ്. പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തിന്? മറ്റുള്ള ടീമിനെ ആശ്രയിക്കാതെ അമേരിക്കൻ ഡോളറിനെ അങ്ങനെ തന്നെ നിലനിർത്താൻ. മറ്റുള്ള ടീമിനെ ആശ്രയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ എണ്ണയാണല്ലോ സാമ്പത്തിക ഘടന നിശ്ചയിക്കുന്നത്. എണ്ണ രാഷ്ട്രങ്ങളെല്ലാം ഡോളർ ഒഴിവാക്കി കഴിഞ്ഞാൽ അമേരിക്ക ദേ വീണ് കിടക്കണമെന്നായിരിക്കും. പണ്ടങ്ങാണ്ടുള്ള ചില കരാറിന്റെ ഭാഗമായി ഈ എണ്ണ രാഷ്ട്രങ്ങളെല്ലാം ഡോളറിൽ തന്നെ ഇടപാട് നടത്തുന്നത് കൊണ്ടാണ് അവരിപ്പോഴും വലിയ ആൾക്കാരായി നടക്കുന്നത്. ഇപ്പോഴും ഇഷ്ടം പോലെ ആയുധങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ട മനുഷ്യരെ പച്ചക്ക് കൊല്ലണത്. അപ്പൊ അവരുടെ ഈ മേധാവിത്വം നിലനിർത്താൻ വേണ്ടി ഗോതമ്പ് ധാരാളം കിൻഡലുകൾ പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇതിന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ ആഫ്രിക്കയിലെ പട്ടിണി മാറ്റാമെന്ന്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ മൊറോക്കോയിൽ നിന്നുള്ള വലിയ കുടിയേറ്റം സ്പെയിനിലേക്ക് നമ്മൾ കണ്ടല്ലോ. എന്താ സംഭവിക്കുന്നത്? പണ്ട് പോർച്ചുഗീസുകാർ കീഴടക്കി വെച്ചിരുന്ന, പിന്നീട് പോർച്ചുഗീസിനെ സ്പെയിൻ കീഴടക്കിയപ്പോൾ സ്പെയിനിന്റെ കീഴിലേക്ക് വന്ന ആ വലിയ ഭൂപ്രദേശം ഇപ്പോഴും സ്പെയിനിന്റെ കീഴിലുള്ള ഒരു നാടായിട്ട് നിലകൊള്ളുന്നു. നല്ല വിഭവങ്ങളുള്ള നാട്. അത് മൊറോക്കോയിലേക്ക് ചേർത്താൽ അവർ പല കാലങ്ങളായി ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ നാടാണ്. മൊറോക്കോയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ കുത്തകക്കാർ തയ്യാറാകില്ല. അത് ഏതെങ്കിലും പ്രസിഡന്റ് മര്യാദക്കാരനായതുകൊണ്ടൊന്നും കാര്യമില്ല. കുറേ മുന്നേ മുതലുണ്ടാകുന്ന ചില കരാറുകളും മറ്റുമൊക്കെയാണ് ഇങ്ങനത്തെ വിഭവങ്ങളുടെ നീക്കുപോക്ക് തീരുമാനിക്കുന്നത്. അപ്പൊ അമേരിക്കക്കാരൻ പെട്രോൾ ഉപയോഗിക്കാൻ നശിപ്പിക്കുന്ന, പെട്രോൾ കിട്ടാൻ വേറെ സ്രോതസ്സുകളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്രോൾ വേണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. പെട്രോള് വാങ്ങിയിട്ട് ആഫ്രിക്കക്കാരന് കുടിക്കാൻ പറ്റൂല. അതിന് ഗോതമ്പ് തന്നെ വേണം. പെട്രോൾ അമേരിക്ക വാങ്ങുന്നു, പൈസ കൊടുത്ത് വാങ്ങാൻ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് വെറുതെ കൊടുക്കണ്ട. ഗോതമ്പ് പെട്രോൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാതെ അവർ വിൽപ്പന നടത്തുന്നുവെങ്കിൽ ആ നാട്ടിലെ പട്ടിണി മാറും, ഇവിടുത്തെ പെട്രോളിന്റെ ക്ഷാമവും തീരും. പക്ഷെ നടക്കാൻ പാടില്ല. ഞങ്ങളുടെ മേധാവിത്വം നിലനിൽക്കണം. അത്തരം ആളുകളോടാണ് ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. പ്രകൃതി മനോഹരമാണ്. മനുഷ്യർ എത്ര കോടാനക്കോടി ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റും വിധം ദുന്യാവ് അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ദുന്യാവിൽ അതിനുള്ള വിഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.